എൻ ഷംസുദ്ദീൻ മന്ത്രിയായി ചുമതലയേൽക്കുന്നത് ആഘോഷമാക്കി മണ്ണാർക്കാട്ടുകാർ. പടക്കം പൊട്ടിച്ചും മധുരം വിതരണം ചെയ്തുമാണ് പ്രവർത്തകർ ഷംസുദ്ദീന്റെ മന്ത്രിയായുള്ള സത്യപ്രതിജ്ഞ ആഘോഷിച്ചത്. ഷംസുദ്ദീൻ മണ്ണാർക്കാട് തിരിച്ചെത്തുന്ന ദിവസം വൻ ആഘോഷമൊരുക്കാനാണ് തീരുമാനം. തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞതു മുതൽ അദ്ദേഹം മന്ത്രിയാകുമെന്ന് പ്രവർത്തകർ പ്രതീക്ഷിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു. അത് സാക്ഷാത്കരിച്ചതിന്റെ സംതൃപ്തിയിലാണ് മണ്ണാർക്കാട്ടെ UDF പ്രവർത്തകർ. UDF സർക്കാരും എൻ ഷംസുദ്ദീനും അധികാരമേൽക്കുന്നത് കാണാൻ മുസ്ലിം ലീഗ് മണ്ണാർക്കാട് ഓഫീസിൽ നിരവധി പ്രവർത്തകർ തടിച്ചുകൂടിയിരുന്നു. മുഖ്യമന്ത്രിയായി VD സതീശൻ സത്യവാചകം ചൊല്ലി അധികാരമേറ്റതോടെ ആവേശം അണപൊട്ടി. VD സതീശനും TUDFനും വേണ്ടി മുദ്രാവാക്യമുയർന്നു. മധുര വിതരണവും തുടങ്ങി. രണ്ടാമതായി മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി സത്യപ്രതിജ്ഞ ചെയ്തതോടെ വീണ്ടും മുദ്രാവാക്യം വിളിയും കരഘോഷവും മുഴങ്ങി. രമേശ് ചെന്നിത്തലയ്ക്കും തുടർന്നെത്തിയ ഓരോ മന്ത്രിമാർക്കും വേണ്ടിയും പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചു. എൻ ഷംസുദ്ദീൻ സത്യപ്രതിജ്ഞ ചെയ്തതോടെ പ്രവർത്തകരുടെ ആവേശം തടഞ്ഞു നിർത്താനായില്ല. ഇതോടെ പുറത്തിറങ്ങിയ പ്രവർത്തകർ പടക്കം പൊട്ടിച്ചും മുദ്രാവാക്യം വിളിച്ചും ആഘോഷത്തിമർപ്പിലായി. തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ മന്ത്രിയാകുമെന്ന് പറഞ്ഞപ്പോൾ അതിനാദ്യം MLA ആയിട്ട് വേണ്ടേ എന്ന് പറഞ്ഞ് പരിഹസിച്ച ഇടതുപക്ഷവും CPIയും അവർ കണ്ണു തുറന്നു കാണുക. അഡ്വക്കേറ്റ് എൻ കേരളത്തിന്റെ മന്ത്രിയായി സത്യപ്രതിജ്ഞ അധികാരമേറ്റെടുത്തിരിക്കുക എന്ന കാര്യം കൂടി അവരെ ഓർമ്മപ്പെടുത്തുക. മന്ത്രി ഷംസുദ്ദീന്റെ വരവിനെ കാത്തിരിക്കുകയാണ് മണ്ണാർക്കാട്ടുകാരും പ്രവർത്തകരും. മണ്ണാർക്കാടുകാരുടെ ഹൃദയത്തിൽ കുടിയേറിയ മണ്ണാർക്കാടിന്റെ വികസന നായകൻ പ്രിയപ്പെട്ട ഷംസുദ്ദീൻ ഇനി മുതൽ കേരളത്തിന്റെ വികസന നായകനായി മാറിയിരിക്കുകയാണ്. മണ്ണാർക്കാട്ടിൽ നിന്ന് കേരളത്തിന്റെ കേരള ക്യാബിനറ്റിൽ, നിയമസഭയുടെ ക്യാബിനറ്റിൽ മണ്ണാർക്കാട് നിന്ന് പ്രിയപ്പെട്ട ഷംസുദ്ദീൻ കേരളത്തിലെ ഒരു മന്ത്രിയായിക്കൊണ്ട് ഇന്ന് അധികാരമേറ്റതിന്റെ സന്തോഷത്തിലാണ് മണ്ണാർക്കാട്ട് ജനത മുഴുവൻ.